മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തി. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ വർഗീയവാദികളാണ്, എന്നെ അവർ കാണാൻ വന്നു എന്നുള്ള സത്യമാണ്. AKG സെന്ററിൽ വെച്ചാൽ കൂടിക്കാഴ്ച നടത്തിയത്. കാരണം സോളിഡാരിറ്റിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രവർത്തകർ വന്ന് നിങ്ങളെ ഒന്ന് കണ്ടോട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കൂ എന്ന് പറഞ്ഞു. ശരി, കേൾക്കാമെന്ന് പറയുന്നു. ഇവിടെ VD സതീശൻ പറയുന്നു അങ്ങനെയല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ CPM എല്ലാ പിന്തുണയും നൽകുന്നത്, വോട്ട് സഹായമൊക്കെ നൽകുന്നത്. ഉടനെ പിണറായി വിജയൻ തിരിച്ചു പറയുന്നത് നിങ്ങളുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. അതായത് കോൺഗ്രസ് ആണ് ഈ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കുന്നത്, കോൺഗ്രസ് ആണ് ഈ ജമാഅത്ത് ഇസ്ലാമി വർഗീയ ശക്തികളാണെന്ന് പറഞ്ഞ് കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് VD സതീശൻ പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും പിണറായി വിജയനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ഒരു വലിയ ചിത്രം കാണിച്ചുകൊണ്ടാണ്. ചുരുക്കം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളാണ്. എന്തായിരിക്കും സംഭവിക്കുക? ജമാഅത്ത് ഇസ്ലാമി ഭീകരവാദ സംഘടനയല്ലേ? അതിനിപ്പോ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അത് അവരുടെ രീതികളും അതാണല്ലോ. ലോകത്ത് മുസ്ലിം ജനാധിപത്യത്തിനോട് അവർക്ക് താല്പര്യമില്ല. രണ്ടാമത് മുസ്ലിം രാജ്യമല്ല, ലോകം മൊത്തം മുസ്ലിം അല്ലെങ്കിൽ ഭരിക്കുന്ന ഒരു ഭരണത്തിൽ കീഴിലാണെന്ന് പറയുന്നതും പിന്നെ ശരീഅത്ത് നിയമത്തെ അനുകൂലിക്കുന്നതുമായിട്ടൊക്കെയുള്ളൊരു സംഘടനയാണ്. അതിൻ്റെ ആ മാധ്യമവും അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയ ഫണ്ടും ഒക്കെ പ്രൊമോട്ടർമാർ. ഇവിടെ ഇതിനകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് കാശ്മീർ ഉൾപ്പെടെയുള്ള നിരോധിച്ചേക്കും. ഇവിടെ ഇതിൻ്റെ സ്വഭാവത്തിനകത്തൊരു കുറവ് വരുന്നതുകൊണ്ടും ബാക്കിയുള്ളവരുടെ കൂടെ ഇങ്ങനെ ചാരിയൊക്കെ നിൽക്കുന്നതുകൊണ്ടും ഇവിടെ എനിക്കൊന്ന് കേരളത്തിൽ അതിന് നിരോധനം ഇല്ല. കാശ്മീർ നിരോധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ജമാഅത്ത് നിരോധിച്ചിട്ടില്ല, ജമാഅത്ത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഇതിനകത്തൊരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇലക്ഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ ഇലക്ഷൻ. അപ്പം ചില കാര്യങ്ങൾ പിണറായി വിജയൻ വ്യക്തത വരുത്തി പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ വർഗീയവാദികളുടെ ഭാഗമല്ല എന്ന് ഉറക്കെ പറയാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മാത്രവുമല്ല, ഞങ്ങൾ വർഗീയവാദികളുടെ കൂടെ അല്ല. മുസ്ലിം സമുദായത്തോട് നേരത്തെ അതിനു മുമ്പ് കാണിച്ചിരുന്ന ഈ ഹമാസിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിലും മറ്റു പല കാര്യത്തിലും ഒക്കെ എടുത്ത നിലപാടും അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് അനുകൂലമായി പല ഘട്ടങ്ങളിൽ പ്രകടനം നടത്തിയ പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത നിലപാട് സിനുവിന് അറിയാമല്ലോ. ഈ ഹിന്ദു സമുദായത്തോട് അല്ലെങ്കിൽ BJP എടുക്കുന്നതിനെക്കാട്ടിൽ കൃത്യമായ മൃദു സമീപനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് പറ്റിയ അവർ ഈ ഹിന്ദു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ അവർക്ക് ശബരിമല വിഷയമായിരുന്നില്ല അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റ് തിരുത്തുകയും ജനത്തിൻ്റെ മുമ്പിൽ മാപ്പ് പറയുകയും അയ്യപ്പ സംഗമം നടത്തി പിണറായി വിജയൻ ഞാനാണ് അയ്യപ്പൻ ഞാനാണെന്ന് പറഞ്ഞ അല്ലെങ്കിൽ തത്വമസി അതിൻ്റെ അർത്ഥം ഞാൻ തന്നെയാണ് അയ്യപ്പൻ അത് പിണറായി വിജയൻ പറയുക. രണ്ടാമത് പാർട്ടി സെക്രട്ടറി പറയുകയാണ് ആചാരത്തിനോട് ഇവിടുത്തെ CPM-ന് യാതൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂടെയാണ് ഞങ്ങൾ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊളിറ്റിക്സിനകത്തുണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ പൊളിറ്റിക്സ് എങ്ങനെയാണ്? കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് പൊളിറ്റിക്സ്, UDF LDF. അതിനകത്തോട്ട് BJP-യുടെ കടന്നുവരവാണ്. BJP-യുടെ കടന്നുവരവ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കടന്നുവരവല്ല. ഈ 17% BJP വോട്ട് പിടിച്ചു. പണ്ട് UDF-ന്റെയും LDF-ന്റെയും മാത്രമായിട്ടുള്ള കാലത്ത് നിന്ന് വ്യത്യാസമായിട്ട് 17. ഇപ്പോൾ പറഞ്ഞ കേന്ദ്രത്തിനുള്ള നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാകുമ്പോൾ 25 ആവണം. അതിനുശേഷം 2026 ആകുമ്പോഴത്തേന് 30 എത്തിയാൽ നമ്മൾ നിർണായക ശക്തിയാകും. നമ്മൾ ഇപ്പം തഴയപ്പെട്ടവരല്ല, പിന്നെ നമ്മളായിരിക്കും തീരുമാനിക്കും. ത്രികോണ മത്സരത്തിലേക്ക് വരും. ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് പാർട്ടിക്കകത്തും BJP-യുടെ വളർച്ച എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു വിഷയമുണ്ട്. UDF-നകത്തെന്ന് പറഞ്ഞാൽ UDF-നെ സിനു പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ സിനുവിനെ അറിയാവുന്ന UDF എന്ന് പറഞ്ഞാൽ ആരാ? ന്യൂനപക്ഷത്തിന്റെ പാർട്ടിയാണ്. 40% പറയുന്ന ന്യൂനപക്ഷം അവരുടെ കൂടെ, മുസ്ലിം അവരുടെ കൂടെ, ക്രിസ്ത്യാനി അവരുടെ കൂടെ. നമുക്ക് ഇപ്പോഴല്ലാത്ത അധികം പുറകോട്ടല്ലാത്ത കാര്യം പരിശോധിക്കുമ്പോൾ മാണി നിയന്ത്രിച്ചിരുന്ന കേരള കോൺഗ്രസ്, ജേക്കബ് നിയന്ത്രിച്ചിരുന്ന കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനത്ത് ഇവരായിരുന്നല്ലോ UDF-ന്റെ കരുത്ത്, അവരായിരുന്നല്ലോ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇപ്പം മാണി ഈ പറയുന്ന കേരള കോൺഗ്രസിന് ക്ഷീണം പറ്റി. മാണി എന്ന് പറയുന്ന പാർട്ടി LDF-ന്റെ കൂടെയാണ്. ജോസഫ് എന്ന് പറയുന്നത് ചത്തതിനൊക്കമായി ജീവിച്ചിരിക്കലും എന്നുള്ള സംവിധാനത്തിലാണ്. അതിനകത്ത് ഇപ്പൊ ക്രിസ്ത്യാനിക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, ക്രിസ്ത്യാനിക്കുണ്ടാകുന്ന ഒരു നമ്മൾ പറയത്തില്ലേ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പറയാനാളില്ല. അതായത് മാണി ഉണ്ടായിരുന്നു, നമ്മൾ ഏറ്റവും പറഞ്ഞ കോൺഗ്രസിനകത്ത് നേതാക്കന്മാരുണ്ട്. അതായത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മതിയായിരുന്നു, മാണിയും മതിയായിരുന്നു, അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കോൺഗ്രസ് നോട്ട് ചെയ്യാൻ. ഇപ്പം ആ അവസ്ഥയല്ല. വെളിയിലുള്ള പ്രചരണം BJP നടത്തുന്നതും ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ നടത്തുന്നതും ഒരേ മുദ്രാവാക്യം. എന്താണെന്നറിയോ? അത് മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്ത പാർട്ടിയാണ്, അല്ലെങ്കിൽ അത് ഈ പറയുന്നത് പോലെ വർഗീയവാദികളുടെ, മുസ്ലിങ്ങളുടെ, ജമാഅത്ത് ഇസ്ലാമിയുടെയും സോളിഡാരിറ്റിയുടെയും പാർട്ടിയാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഇന്ന് പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പ്രത്യേകത സിനുവിനും എനിക്കും ലോകത്തുള്ളവർക്കും എല്ലാം അറിയാം. ഇലക്ഷൻ വരുന്നു. അപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കൃത്യമായ വർഗീയ പാർട്ടി, മുസ്ലിം ഹൈജാക്ക് ചെയ്തിരിക്കുന്ന പാർട്ടി,
അതിനകത്ത് ക്രിസ്ത്യാനിക്ക് പോലും പങ്കില്ല. ആ ക്രിസ്ത്യാനികളുടെ ആനുകൂല്യം ഈ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പിണറായി വിജയനല്ല, അത് പിണറായി വിജയനും അറിയാം ഇനി വേണ്ടി ഒന്നും കിട്ടത്തില്ല, എന്നാലും കുറച്ച് കിട്ടും. ആനുകൂല്യം കിട്ടാൻ വേണ്ടി സാധ്യതയുള്ള ബി ജെ പിക്ക് നിലനിൽപ്പിന് വേണ്ടി നാളെ കാലത്ത് വേണ്ടതും അതാ. ഈ പറയുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒരേപോലെ നിൽക്കുന്നിടത്ത് പകുതി ന്യൂനപക്ഷമാണ്. ഈ ഹിന്ദു വോട്ട് കസ്റ്റോഡിയൻ എത്ര പറഞ്ഞാലും CPM. ആ CPM അതിനകത്ത് മോശം വരാതിരിക്കാണ് CPM ഇപ്പം നിൽക്കുന്നത്. ചിലപ്പോൾ സ്വാമിയെ ശരണയ്യപ്പ എന്ന് പറയാൻ നിൽക്കുന്നത്, ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ ആർക്കും കൊടുക്കത്തില്ല. അപ്പൊ മറ്റവർക്ക് ഇത് പ്രയോജനപ്പെടാൻ ഇതുണ്ട്. ഇതിനകത്ത് നിൽക്കുന്ന വോട്ട് മുന്തിയ നായർ വോട്ട്, മുന്തിയ ഈഴ വോട്ടൊക്കെയാണ് പിടിച്ചേക്കുന്നത്. ഇനിയും പിടിക്കാൻ പോയാൽ സാധാരണക്കാരനും പട്ടികജാതിക്കാരൻ്റെ വോട്ട് പിടിച്ചാൽ, BJP പിടിച്ചാൽ, ഹിന്ദു വോട്ട് വോട്ട് പിടിച്ചാൽ CPM-ന് പണി കിട്ടും. അപ്പം ഇതിനകത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ CPM അനുവദിച്ചിരിക്കുന്നു, നിങ്ങളെ ക്രിസ്ത്യാനി വോട്ട് പിടിച്ചു, ഞങ്ങളെ കൈ നിൽക്കുന്ന ഹിന്ദു വോട്ട് അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനകത്തൊരു കൃത്യമായ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, അതായത് പിണറായി വിജയൻ അറിയാം ഇതിനകത്തുനിന്ന് ന്യൂനപക്ഷത്തിന്റെ ആനുകൂല്യം ക്രിസ്ത്യാനികളുടെ ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യും. BJP അഡ്ജസ്റ്റ് ചെയ്താലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പാർട്ടി ആണ് CPM. അപ്പം എനിക്കൊന്ന് പിണറായി വിജയൻ ഇതിനകത്തുള്ള മുസ്ലിം വോട്ട് അവർക്ക് കിട്ടത്തില്ലെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ മുസ്ലിമിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന BJP അനുഭാവിയായിട്ട് നിൽക്കുന്ന ആൾക്കാർ അവർക്ക് വോട്ട് ചെയ്യുക, അനുഭാവം ഉണ്ടല്ലോ, വോട്ട് ചെയ്യുന്ന CPM-ന് ആ ഒരു വോട്ടിംഗ് പാറ്റേൺ മാറ്റം വരാതെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ പ്രശ്നമാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമി വർഗീയ പാർട്ടിയാണ്. ഈ വർഗീയ പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? കോൺഗ്രസ് ആണ്. ഞാൻ വിളിച്ചെന്ന് പറഞ്ഞ സതീശൻ പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ സുനുജി ആദി പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ കൂടിയാലോചന നടത്തി എന്ന് പറഞ്ഞ പത്രസമ്മേളനത്തിൽ കാണിച്ചില്ലേ പാർട്ടി സെക്രട്ടറിയേറ്റ്? അതിന് പറഞ്ഞു ഞാൻ അമ്മമാരുടെ അടുത്ത് ഇറങ്ങിപ്പാനാണ് പറഞ്ഞത്, ഇറങ്ങടാ വെളിയിൽ കടക്ക് പുറത്തെന്നാ പറഞ്ഞത്. അപ്പൊ ഇത് പറയുന്നുണ്ട്. സോളിഡാരിറ്റിയിലെ ചില ചെറുപ്പക്കാർ പറഞ്ഞു, ഞാൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നീ വർഗീയവാദിയാ, ഇറങ്ങടാ മുമ്പിൽ നിന്നാ പറഞ്ഞു. അപ്പൊ അത് പരസ്യമായിട്ട് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞില്ലെന്ന് ഈ പറയുന്നവന്മാർ പറയണമല്ലോ. അപ്പൊ യഥാർത്ഥ മതേതരവാദി യവന്മാര് വർഗീയവാദികളെ 2001 സത്യവാങ്മൂലം നിങ്ങളല്ലേ കൊടുത്തേ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരുന്നപ്പോഴല്ലേ കൊടുത്തേ? 1992 ഇതിനെ നിരോധിച്ച നിങ്ങളല്ലേ? നിങ്ങൾ എന്തിനിപ്പോ അതിനെ കൂട്ടുപിടിച്ചു? നിങ്ങൾക്ക് തള്ളിപ്പറയാൻ സാധിക്കുന്നില്ലല്ലോ, നിങ്ങൾ വർഗീയവാദികളല്ലേ. അപ്പം ആ വർഗീയവാദികൾ ആണ് ഈ മുസ്ലിം ലീഗും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അതിന്റെ പുറകിലാണ് നടക്കുന്നത്. ഇവിടുത്തെ ഒരു ധ്രുവീകരണം എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇവരെല്ലാം വർഗീയവാദികളുടെ കൂടെയാണ്, ഹിന്ദുക്കളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് BJP നടത്തിയ ധ്രുവീകരണം ഇപ്പൊ ഫലത്തിൽ ഗുണം ചെയ്യാൻ പോകുന്നത് പിണറായി വിജയനാണ്. അത് തന്നെ പിണറായി വിജയന്റെ പാർട്ടിക്ക് വേണ്ടതും. പക്ഷെ പിണറായി വിജയൻ പറയുന്നതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഈ ജമാഅത്ത് ഇസ്ലാമി എത്രയോ കാലമായിട്ട് CPM-നെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ CPM-ന് ഞങ്ങൾ അവരുടെ കൂടെയാണെന്നൊക്കെ പറയാം. അന്നൊന്നും ഈ പിണറായി വിജയൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പിണറായി വിജയൻ പറഞ്ഞത് UDF-ഉമായിട്ട് നിങ്ങൾക്ക് അടുപ്പം ഉണ്ടായിരുന്നതാണ്, ശരിയാണ്. ഈ VD സതീശൻ പറഞ്ഞത് UDF-ഉമായിട്ട് ചർച്ച നടത്തിയത് ജമാഅത്ത് ഇസ്ലാമി അല്ല, വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടി. അവരെ കൊണ്ടുവന്ന് ഇപ്പോൾ കോഴിക്കോട് മലപ്പുറത്തുള്ള പല സ്ഥലങ്ങളിലും വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുണ്ട്. ആ പാർട്ടിയുമായിട്ട് UDF ചർച്ച നടത്തിയെന്ന് പറയുന്നു. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ചർച്ച നടത്തുമ്പോഴാണ് പ്രശ്നം. കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ ആത്യന്തികമായ അജണ്ട ലോകം മുഴുവൻ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം. അങ്ങനെയുള്ള അജണ്ട വെച്ചാണ് ജമ്മു കാശ്മീരിൽ അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിനനുസൃതമായിട്ട് അവർ നിലപാട് മാറ്റുന്നു. ഇവിടെ സൂക്ഷിക്കേണ്ടത് CPM-നെ ആണെന്നുള്ളതുകൊണ്ട് അവർ CPM-നെ പിന്തുണയ്ക്കുന്നു. CPM-ന് സുഖമാണ്, കാരണം എന്ന് വെച്ചാൽ കുറച്ച് വോട്ട് കിട്ടും. കാരണം മുസ്ലിം ലീഗിനെ ഒന്ന് എതിർക്കണമെങ്കിൽ കുറച്ച് മുസ്ലിം വോട്ട് കിട്ടണം. ആ വോട്ട് കിട്ടാൻ ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള ഒരു പിന്തുണ മതി. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി വർഗീയ പാർട്ടിയാണെന്ന് ഇപ്പം ലോകം മുഴുവൻ പ്രചരിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിലും വലിയ ചർച്ച നടത്തുന്നു, ഇന്ത്യയിലും ചർച്ച നടത്തുമ്പോൾ പിണറായി വിജയൻ അതിനെ എതിർത്ത് പറയണം. അതുകൊണ്ടാണ് സോൾഡാരിറ്റിയുടെ കുറച്ച് ചെറുപ്പക്കാർ വന്നു. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. അങ്ങനെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഒരുപക്ഷെ കേട്ടിരിക്കാം. അവർ വർഗീയവാദിയാണ്, ഇറങ്ങിപ്പോടാ കടക്ക് പുറത്തുനിന്നൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ തിരിച്ച് എന്ത് പറയുന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം വോട്ടെടുപ്പിൽ ഇനി 2 ദിവസമേ ഉള്ളൂ. ഈ 2 ദിവസം മുമ്പ് പിണറായി വിജയൻ എടുക്കുന്ന നിലപാടും ജമാഅത്ത് ഇസ്ലാമി എടുക്കുന്ന നിലപാടും 2 പാർട്ടികൾക്കും ഒരുപോലെ ഗുണമോ ദോഷമോ ചെയ്യുന്നുള്ളത് കണ്ടറിയണം. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ അടുത്ത് CPM-ന് എന്തെങ്കിലും അന്തർധാരയുണ്ട്. അവർ പറയും നിങ്ങൾ ഒരു കാരണവശാലും ഇതിനോട് റിയാക്ട് ചെയ്യരുത്, കാരണം നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇതാണ്, ഇവിടുത്തെ രാഷ്ട്രീയം വെച്ചിട്ട് ഞങ്ങൾ ഇത് പറഞ്ഞാണെന്ന് പറയും. അത് സത്യമാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി മിണ്ടില്ല. പിന്നെ മാത്രമല്ല 7 ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ 7 ജില്ലയും തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ മലബാർ മേഖലയിലേക്ക് കടക്കുന്നില്ല. മലബാർ മേഖലയിലേക്ക് കടക്കാൻ ഇനിയും ഒരു 4 ദിവസമുണ്ട്. അപ്പോൾ ആ 4 ദിവസങ്ങൾക്കുള്ളിൽ ഇവർ തമ്മിൽ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ പറയുന്നതാണ്, അദ്ദേഹത്തിന് അത് പറഞ്ഞേ പറ്റുമെന്ന് CPM ജമാഅത്ത് ഇസ്ലാമിയോട് പറഞ്ഞാൽ അവർ മിണ്ടാതിരിക്കും. ഇനി അതല്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ പ്രശ്നത്തിൽ
എന്തെങ്കിലും തരത്തിലുള്ള മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അവർ പ്രകോപനം ഉണ്ടായിട്ട് നാളെ തന്നെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ വാർത്താ സമ്മേളനം നടത്തും. അങ്ങനെ വാർത്താ സമ്മേളനം നടത്തിയാൽ മലബാർ മേഖലയിൽ CPM തിരിച്ചടി ഉണ്ടാകുന്നതിൽ ഉറപ്പാണ്. അപ്പോൾ പിണറായി വിജയൻ പറയുന്നതാണോ ശരി, VD സതീശൻ പറയുന്നതാണോ ശരിയെന്ന് വ്യക്തമാക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെയും സോളിഡാരിറ്റിയുടെയും മെമ്പേഴ്സാണ്. അവർ പറയുമോ ഇല്ലയോ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അവർ പറയുള്ളത് മുസ്ലിം പറഞ്ഞാൽ നാളെ കാലത്ത് കാണാനേ പറ്റത്തുള്ളൂ. അത് വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായിട്ട് പിണറായി വിജയൻ അല്ല അതിന്റെ പുറകെ വാലേ പറയുന്നുണ്ട്. അല്ല ഈ ഒരു പൊളിറ്റിക്സ് അല്ല, ഇവർ ഞങ്ങളല്ല, ഇവർ വർഗീയവാദികളാണ്, ഇവരുടെ കൂടെയാണവർ. അപ്പം അവർക്ക് എന്തോ ബോധ്യം വന്നിട്ടുണ്ട്. CPM അങ്ങനെ ബോധ്യത്തിൽ കൃത്യമായിട്ട് പോകുന്ന പാർട്ടിയാണ്. ബോധ്യം വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു നിലപാട് എല്ലാവരും എടുക്കണമെങ്കിൽ പിണറായി വിജയൻ എടുക്കുന്നു, ഗോവിന്ദൻ മാഷ് എടുക്കുന്നു, MA ബേബി എടുക്കുന്നു, പാർട്ടിയുടെ എല്ലാവരും എടുക്കുന്നു, ഇവർ വർഗീയവാദികളൊക്കെ. അതായത് അവർക്ക് അവിടെ നിന്ന് എത്ര പരിശോധിച്ചിട്ടും അവർക്ക് വിചാരിക്കുന്ന ആനുകൂല്യം കിട്ടുന്നില്ല. ഈ ഇവരുമായിട്ട് ചേർന്ന് നിന്നാൽ ആനുകൂല്യം കിട്ടാൻ സാധ്യതയുള്ളത് ഈ മലബാർ മേഖലയാണ്. മലബാർ മേഖല എത്ര പണിഞ്ഞാലും മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന് വരത്തില്ല. മനസ്സിലായില്ല? അപ്പൊ നോക്കി അതിനകത്ത് അൻവറിനെ വെച്ച് നോക്കി പറയുന്ന മുൻ മന്ത്രി ഉണ്ടായിരുന്നല്ലോ, ആരാ, സിമിയുടെ നേതാവ്, ഇതിലൊക്കെ വന്നതൊക്കെ ഒരു പരിധി കൂടുതൽ നമ്മൾ പറയത്തില്ല, പ്രഷർ ഒരു 30 അല്ലെങ്കിൽ താപ്പോട്ട് വരും എന്ന് പറഞ്ഞല്ലേ, ഒരു പരിധി കൂടുതൽ കയറുന്നില്ല. അപ്പൊ അതിനകത്ത് ആ ഒരു കാര്യം, ആ ഒരു തീരുമാനം, ആ ഒരു മേഖലയിലൊക്കെ കടന്നുകയറ്റത്തിനകത്ത് ഇവർക്ക് വീഴ്ച മറ്റു പല മേഖലയിലും വളരെ വലുതായിട്ടാണ്. അപ്പോൾ അവിടെ മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ മേക്കപ്പ് ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ഹിന്ദു വോട്ടുകളുടെ അല്ലെങ്കിൽ അടിസ്ഥാന വോട്ടുകളുടെ, നിലനിൽപ്പ് വോട്ടുകളുടെ ഇനിയുള്ള ചോർച്ച ഭീകരമായിരിക്കും. കാരണം നേരത്തെ ഇല്ലായിരുന്നു UDF LDF. അപ്പോൾ പോകാൻ അങ്ങോട്ടുമില്ല. ഇപ്പം അതല്ല, വേറെ സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് അടിസ്ഥാന വോട്ടായിട്ടുള്ള ഹിന്ദു വോട്ടിനെ കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല എന്നുള്ളതിന് കൃത്യമായ കാഴ്ചപ്പാടാണ്. പിന്നെ സിനു പറഞ്ഞതുപോലെ രാഷ്ട്രീയമാണ്. അതിനകത്ത് വേറെ അന്തർധാര ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാനേ പറ്റുന്നുള്ളൂ. പക്ഷേ ഇപ്പം കൃത്യത വരുത്തി പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി ഈ പറയുന്ന മുസ്ലിം ലീഗുമായിട്ട് നാളെ കാലത്തെ CPM ഇനി ഒരു ബന്ധം ഉണ്ടാകത്തില്ല. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി ഹിന്ദു പാർട്ടിയാണ്, ഇതുവരെ നിലനിന്നത് ഹിന്ദു ഇതിനകത്ത് വെച്ചാണ്, അത് അതേ രീതിയിൽ നിർത്തി അങ്ങ് പോകുന്നതിന് വേണ്ടിയാണ്. അതുപോലെ കടക്കുപുറത്ത് മാധ്യമങ്ങളുടെ കാര്യത്തിനകത്ത് പുള്ളി പറഞ്ഞല്ലോ, അത് കടക്ക് വിളിക്കാൻ നിർത്തുന്നത് നീ വരേണ്ട കാര്യമൊന്നുമില്ല, വിളിക്കുന്നിടത്ത് വന്നാൽ മതി, അല്ലാത്തടത്തൊക്കെ വന്നാൽ കടക്കുപുറത്തെന്ന് പറയും. അപ്പൊ ഇതിനകത്തൊരു കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. അതായത് UDFനെ വീണ്ടും വെട്ടിലാക്കുന്ന ഒരു പൊളിറ്റിക്സ് മനസ്സിലാവുന്നു. UDFനെ പൂർണ്ണമായിട്ടും ഇപ്പൊ ചെയ്യുന്നത് പോലെ ആകെ ആശ്രയിക്കേണ്ട മുസ്ലിം ലീഗിനെ മാത്രം ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കും അവർക്കൊരു കുഴപ്പവും പറ്റാത്ത രീതിയിൽ മറ്റിടത്തു നിന്നും ഒരാനുകൂല്യം നമ്മൾ ഈ പറയുന്നത് പോലെ ഈ 21 പൊങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നിലപാടാണ്. കാരണം ക്രിസ്ത്യാനി കൂടെ കാണുന്ന ഒരു അവസ്ഥ. ഇപ്പൊ BJP ക്രിസ്ത്യാനിയുടെ കൂടെ അടുത്തോണ്ടിരിക്കുക. കാരണം ക്രിസ്ത്യാനിക്ക് നേരത്തെ ഉള്ളതുപോലെ ഒരു ഉമ്മൻചാണ്ടി ഇല്ല, ഒരു മാണിയില്ല. അങ്ങനെ ഒരു 2 നേതാക്കന്മാരെങ്കിലും UDFനകത്തുണ്ടായിരുന്നെങ്കിൽ ഒന്നുമില്ലാതെ അവർ വോട്ട് ചെയ്തത്. അവർക്കിപ്പം അങ്ങനെ ഒരു ആളുമില്ല. അത് വല്ലാത്തൊരു പൊളിറ്റിക്സ് ആണ്. ആ ആനുകൂല്യം നിങ്ങളെടുത്തു, പക്ഷെ ഇതിനകത്ത് നിന്ന് വീണ്ടും ചുരണ്ടുണ്ടായി ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇതാണ് പിണറായിയുടെ ശൈലി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.